ജനങ്ങളെ കബളിപ്പിക്കുവാൻ നിരാഹാരം നടത്തുകയും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നാടകം അവതരിപ്പിച്ച് നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ ജനങ്ങളുടെ മുന്നിൽ അപകാസ്യരായിരിക്കുകയാണെന്ന് കെ ബി ഗണേഷ് കുമാർ MLA പറഞ്ഞു. ജനകീയ മുന്നേറ്റ യാത്രയ്ക്ക് ചെമ്പനൂരിൽ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യജനാധിപത്യപരമായി ഭൂരിപക്ഷം തന്നെ നൽകിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ജനപ്രതിനിധി ഈ നാട്ടിലേക്ക് ധാരാളം ബസ്സുകൾ കൊണ്ടുവന്നു, റോഡുകൾ കൊണ്ടുവന്നു, വൈദ്യുതി കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവന്നപ്പോൾ അതിന് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നതിന് പകരമായി കിഴക്കൻ മലയോര പ്രദേശങ്ങളെ കഴിഞ്ഞ 4.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ, സഖാവ് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പരിപൂർണമായി അവഗണിക്കുകയാണ്. തന്റെ ശ്രമഫലമായി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനിരിക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചുള്ള നാടകമാണ് കറവൂരിലെ സത്യാഗ്രഹമെന്ന് കെ ബി ഗണേഷ് കുമാർ MLA പറഞ്ഞു. കൊല്ലത്ത് വെച്ച് നടന്ന ചർച്ചയിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്തെന്ന് ചർച്ചയ്ക്ക് പോയ ഇടതു നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ല. ചർച്ച കഴിഞ്ഞ് 3 മണിയോടെ പുറത്തെത്തിയവർ കൊല്ലത്ത് നിന്നും പത്തനാപുരത്ത് എത്തുന്നതിന് മുൻപ് തന്നെ നിരാഹാരം അവസാനിപ്പിക്കുവാൻ നാരങ്ങാനീരുമായി ദൂരെ എവിടോ നിന്നുള്ള ഡിവൈഎഫ്ഐ നേതാവ് കറവൂരിലെത്തിയത് എങ്ങനെയെന്നും ചിന്തിക്കുമ്പോൾ തന്നെ നിരാഹാരം തട്ടിപ്പാണെന്ന് വ്യക്തമാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. ചർച്ചയിൽ എന്തു തീരുമാനിക്കുമെന്നോ എപ്പോൾ ചർച്ച പിരിയുമെന്നോ മുൻകൂട്ടി അറിയാത്ത സാഹചര്യത്തിൽ അന്ന് നിരാഹാരം അവസാനിപ്പിക്കുവാൻ നാരങ്ങാനീരുമായി നേതാവ് കാത്തിരുന്നത് തന്നെ അപകാസ്യമായി പോയെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പ്രവന്തൂർ മണ്ഡലം പ്രസിഡന്റ് KG സുലോചനൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി CR നജീബ് മുഖ്യപ്രസംഗം നടത്തി. ഈ റോഡ് 1 കോടി രൂപ മുടക്കി MLA ഉത്തരവ് വാങ്ങി പണിയുന്നതിന് വേണ്ടി റെഡിയായിരിക്കുന്നു, പണിയാൻ തുടങ്ങുന്നു. അതിനിടയിൽ കൊണ്ട് ഈ പുട്ടുകച്ചവടം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കണമെന്നാണ് എനിക്ക്